ഫെബ്രുവരി 20 വിശുദ്ധ ഫ്രാൻസിസ്കോ മാർത്തോയും വിശുദ്ധ ജസീന്ത മാർത്തോയും. ഫാത്തിമയിലെ ഇടയ കുട്ടികൾ. പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്ന് 130 കിലോമീറ്റർ വടക്കാണ് ഫാത്തിമ എന്ന പേരിൽ ഇന്ന് ലോകപ്രസിദ്ധി നേടിയ തീർത്ഥാടന കേന്ദ്രം. ഫാത്തിമയിലെ ഫലപുഷ്ടിയുള്ള കാർഷിക മേഖലകളിൽ നിന്ന് അകന്ന് അറിയപ്പെടാതെ കിടന്ന കോവാ ദ ഇറിയ മേച്ചിൽ സ്ഥലം എന്ന് ലോക ചരിത്രത്തിൽ ഇടം ലഭിച്ച അത്യപൂർവ സംഭവ പരമ്പരകളുടെ രംഗവേദിയാണ്. ആ സംഭവ പരമ്പരകൾക്ക് സാക്ഷ്യം വഹിച്ച 3 ഇടയ കുട്ടികളിൽ 2 പേരുടെ കഥയാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. 1916 ഇവർക്ക് ഒരു മാലാഖ 3 ദർശനങ്ങൾ നൽകി അനുഗ്രഹിച്ചു. യേശുവിൻ്റെയും അമ്മയുടെയും ഹൃദയത്തിലുള്ള ഒരു വൻ പദ്ധതിയുടെ സഹകരണത്തിനു വേണ്ടി അവരെ ഒരുക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ദർശനങ്ങളെന്ന് മാലാഖ അവർക്ക് സന്ദേശം നൽകി. ഞാൻ പോർച്ചുഗലിൻ്റെ മാലാഖയാണെന്ന് പറഞ്ഞാണ് മാലാഖ അവർക്ക് സ്വയം പരിചയപ്പെടുത്തിയത്. വെണ്മയേറിയ ഒരു മേഘത്തിൻ്റെ നടുവിൽ ഒരു കുട്ടിയുടെ രൂപത്തിലായിരുന്നു ഈ ദർശനം. ഫ്രാൻസിസ്കോ മാർത്തോ ജനിച്ചത് 1908 ജൂൺ 11 ഫാത്തിമയ്ക്കടുത്തുള്ള അൽജിസ്ത്രയിലാണ്. സഹോദരി ജസീന്ത മാർത്തോ 1910 മാർച്ച് 11 ജനിച്ചു. ഉത്തമ കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്ന അവർ നിരക്ഷരായിരുന്നുവെങ്കിലും നിഷ്കളങ്കരും നിർമ്മല ഹൃദയരുമായിരുന്നു. ആടുകളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു അവർ ദിവസവും ചെയ്തിരുന്നത്. ഫ്രാൻസിസ്കോ ചിന്താശീലനും ധ്യാനനിരതനും ശാന്ത സ്വഭാവക്കാരനുമായിരുന്നു. ജസീന്ത വാത്സല്യനിധിയും സരള സ്വഭാവക്കാരിയുമായിരുന്നു. കുട്ടികൾ അത്ഭുത പരവശരായി ഭയപ്പെട്ടു. ആ സ്ത്രീ മാതൃവാത്സല്യത്തോടെ പറഞ്ഞു, "ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല." ഇതവർക്ക് ധൈര്യം നൽകി. ലൂസിയായുടെ ജിജ്ഞാസയോടെയുള്ള ചോദ്യത്തിന് മറുപടിയായി ആ സ്ത്രീ പറഞ്ഞു, "ഞാൻ സ്വർഗത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അടുത്ത ഒക്ടോബർ വരെ എല്ലാ മാസവും 13-ാം തീയതി എന്നും ഒരേ സമയത്ത് നിങ്ങൾ ഇവിടെ വരണം. ലോകസമാധാനത്തിനായി എന്നും ജപമാല ചൊല്ലണം. ഞാൻ ആരാണെന്ന് അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരാം." എഴുതാനും വായിക്കാനും പഠിക്കണമെന്ന് യുവതി കുട്ടികളെ ഉപദേശിച്ചു. ആ സ്ത്രീ കൈകൾ വിരിച്ചപ്പോൾ ഒരു പ്രകാശം കുട്ടികളുടെ മേൽ പതിച്ചു. അവർ മുട്ടിന്മേൽ നിന്ന് മാലാഖ പഠിപ്പിച്ച ആരാധനയുടെ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഉടൻ ആ സ്ത്രീക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നതുപോലെ അവർക്ക് തോന്നി. ഇതായിരുന്നു മാതാവിൻ്റെ ആദ്യത്തെ ദർശനം. പിന്നീട് 5 മാസവും 13-ാം തീയതി ഈ ദർശനം തുടർന്നുകൊണ്ടിരുന്നു. ഇതോടെ അവർ ഗ്രാമത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി തീർന്നു. അധികാരികളും ജനങ്ങളും കൗതുകത്തോടെ അവരെ വീക്ഷിച്ചു തുടങ്ങി. ചിലർ സംശയിച്ചു. ഫാത്തിമയിലെ അധികാരിയായ വില്ലനോവ ദെ ഓറാം എന്ന സ്ഥലത്തെ മേയർ കപടവിശ്വാസിയായി 1917 ഓഗസ്റ്റ് 13-ാം തീയതി 3 കുട്ടികളെയും ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി ജയിലിലടച്ചു. അന്ന് ദർശനം കാണാൻ വന്ന വിശ്വാസികൾ ഈ വാർത്ത കേട്ട് ക്ഷുഭിതരായി ഗവൺമെന്റിനെതിരെ സ്വരമുയർത്തി പ്രതിഷേധിച്ചു. അപ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതീവ പ്രകാശമുള്ള ഒരു മഴവിൽ അവിടെ കാണപ്പെട്ടു. അന്ന് കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടില്ല. പകരം ഓഗസ്റ്റ് 19-ാം തീയതി ആടുകളെ മേയ്ക്കുമ്പോൾ ദേവമാതാവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഫാത്തിമയിലെ ദർശനങ്ങളെക്കുറിച്ചുള്ള സകല സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടിയായിട്ടെന്ന പോലെയായിരുന്നു 1917 ഒക്ടോബർ 13 നടന്ന മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലും ആകാശത്തിൽ നടന്ന അത്ഭുത പ്രതിഭാസവും. കുട്ടികൾ നേരത്തെ അറിയിച്ചതനുസരിച്ച് 80,000-ത്തോളം ജനങ്ങളാണ് അന്ന് അവിടെ തടിച്ചുകൂടിയത്. തലേ ദിവസം യൂറോപ്പിലുടനീളെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റും മഴയും കോവാ ദി ഇറിയയിലും എത്തിയിരുന്നു. തണുത്ത അന്തരീക്ഷത്തിൽ ജനങ്ങൾ ക്ഷമയോടെ അവിടെ കാത്തിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ചിലർ സംശയിച്ചു, ചിലർ പിറുപിറുത്തു. കുട്ടികൾ 3 പേരും മുട്ടിന്മേൽ നിന്ന് ജപമാല ചൊല്ലിത്തുടങ്ങി. ഉടനെ പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓക്കുമരത്തിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് പരിശുദ്ധ അമ്മ കുട്ടികൾക്ക് സന്ദേശം കൊടുത്തു. "ഇവിടെ എൻ്റെ നാമത്തിൽ ഒരു ദേവാലയം പണിയണം, എന്നും ജപമാല ചൊല്ലണം. ഞാൻ ജപമാല രാജ്ഞിയാണ്. 1-ാം ലോക മഹായുദ്ധം ഉടനെ അവസാനിക്കും. സൈനികർ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങും. രോഗികളെ ഞാൻ സുഖപ്പെടുത്തും." പരിശുദ്ധ അമ്മ തുടർന്നു, "നമ്മുടെ കർത്താവിനെ ഇനിയും വേദനിപ്പിക്കരുത്. മനുഷ്യപാപങ്ങളാൽ അവൻ വളരെയേറെ വേദന അനുഭവിച്ചു." ഇതിനിടെ കുട്ടികൾ വിശുദ്ധ യൗസേപ്പിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ചിത്രങ്ങൾ കണ്ടതായി പറയപ്പെടുന്നു. പരിശുദ്ധ അമ്മ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും പാപികൾ മനസ്സ് തിരിയാൻ വേണ്ടിയും ലോകസമാധാനത്തിനു വേണ്ടിയും റഷ്യയുടെ മാനസാന്തരത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് കുട്ടികളോട് ആവശ്യപ്പെട്ടു.
കൂടാതെ സ്വർഗം അവർക്ക് കിട്ടുമെന്ന് ഉറപ്പുകൊടുത്തു. എന്നാൽ അവരിൽ ഓരോരുത്തരും ഒത്തിരിയേറെ സഹിക്കേണ്ടി വരുമെന്ന് മുൻകൂട്ടി തന്നെ മാതാവ് അവരോട് പറഞ്ഞു. തങ്ങളോട് ആവശ്യപ്പെട്ടതെല്ലാം നിർവഹിക്കാനുള്ള ശക്തി ജീവിതാന്ത്യം വരെ അവർ അനുഭവിച്ചുകൊണ്ടിരുന്നു. പിന്നീട് വലിയ മാറ്റമാണ് കുട്ടികളിൽ ഉണ്ടായത്. അവരോട് ഇടപെടുന്നവരോടെല്ലാം അവർ കരുണ കാണിച്ചിരുന്നു. കൂടെ കൂടെ അവർ പള്ളിയിൽ ചെന്ന് വിശുദ്ധ കുർബാനയുടെ മുൻപിൽ പ്രാർത്ഥിച്ചിരുന്നു. 1917 മെയ് 13 ഞായറാഴ്ച രാവിലെ അവർ ആടുകളുമായി മേച്ചിൽ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അന്ന് തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. ഫ്രാൻസിസ്കോയ്ക്ക് 9 വയസ്സും ജസീന്തയ്ക്ക് 7 വയസ്സും മാത്രം പ്രായം. കൂട്ടത്തിൽ അവരുടെ കസിൻ സഹോദരി 10 വയസ്സുകാരി ലൂസിയ ഡെ ജീനസ് ഉണ്ടായിരുന്നു. അവർ ആടുകളുടെ കൂടെ നടന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു മഹാസംഭവം അവരുടെ മുൻപിൽ നടക്കുന്നത്. അവർ കൊന്ത ചൊല്ലി തീരാറായപ്പോൾ അതിശക്തമായ ഒരു മിന്നൽ ആകാശത്തെ നെടുകെ കീറിമുറിച്ചുകൊണ്ട് അവിടെ കാണപ്പെട്ടു. അതിൻ്റെ പ്രഭാപൂരത്തിൽ അവർ കുളിച്ചു നിൽക്കുമ്പോൾ ഉജ്ജ്വല ശോഭയോടെ ഒരു യുവതി അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ കണ്ടത് ഇടിമിന്നലാണെന്നും ഉടൻ മഴയുണ്ടാകുമെന്നും വിചാരിച്ച് അവർ ഒരു മരച്ചുവട്ടിൽ അഭയം പ്രാപിച്ചു. തുടർന്നുണ്ടായ അത്ഭുതകരമായ പ്രതിഭാസം അവർ കൺകുളിർക്കെ കണ്ടു. അല്പം അകലെ ഒരു പ്രകാശഗോളത്തിൽ നിന്ന് ഉജ്ജ്വല ശോഭയോടെ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. ഇതെല്ലാം കണ്ടനുഭവിച്ച ജനങ്ങൾ കുട്ടികളെ വളഞ്ഞു. അവർ ഒരുവിധം ജനങ്ങളെ വിട്ട് ഭവനങ്ങളിൽ എത്തി. തികഞ്ഞ യാഥാസ്ഥിതികത്വം പുലർത്തിയിരുന്ന പോർച്ചുഗീസ് മാധ്യമങ്ങൾ വാചാലമായി ഈ വാർത്തകൾ ലോകത്തെ അറിയിച്ചു. ഫാത്തിമയിലെ 3 കുട്ടികളിൽ ആദ്യം സ്വർഗത്തിലേക്ക് പോയത് ഫ്രാൻസിസ്കോയായിരുന്നു. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ കൂടുതൽ ജപമാല ചൊല്ലണമെന്ന മാതാവിൻ്റെ നിർദ്ദേശം അവൻ സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്നു. മരിക്കുന്നതിൻ്റെ തലേ ദിവസം താൻ സ്വർഗത്തിലേക്ക് പോകുകയാണെന്നും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്നും അവൻ സഹോദരിമാർക്ക് ഉറപ്പുകൊടുത്തു. ഫ്രാൻസിസ്കോ 11-ാമത്തെ വയസ്സിൽ അൽജൂസ്ത്രയിലിൽ ന്യൂമോണിയ ബാധിച്ച് മരിച്ചു. 1919 ഏപ്രിൽ 4-നായിരുന്നു പകർച്ചവ്യാധിയാൽ അവൻ മരണമടഞ്ഞത്. ഒക്ടോബർ 13-ന് ആദ്യം ജനങ്ങൾക്ക് ഒന്നും കാണാനോ കേൾക്കാനോ കഴിഞ്ഞില്ല. ഇതൊരു ചതിവാണെന്ന് പറഞ്ഞ് ജനങ്ങൾ ശബ്ദമുണ്ടാക്കി. അപ്പോൾ ആകാശത്തിലേക്ക് നോക്കുകയെന്ന് ലൂസിയ വിളിച്ചു പറഞ്ഞു. മേഘങ്ങൾ മാറിയ തെളിഞ്ഞ ആകാശത്തിൽ സൂര്യൻ ഒരു വെള്ളിപ്പാത്രം പോലെ തൂങ്ങി കിടക്കുന്നതായി അവർ കണ്ടു. കണ്ണുകൾ മങ്ങാതെ ആ കാഴ്ച അവർ നോക്കിക്കൊണ്ടിരുന്നു. തുടർന്ന് സൂര്യൻ ഇളകാനും നൃത്തം വയ്ക്കാനും തുടങ്ങി. അപ്പോൾ സൂര്യനിൽ നിന്ന് മഴവില്ലിൻ്റെ നിറമുള്ള എന്തോ ജനങ്ങളിൽ പതിച്ചു. സൂര്യൻ ഭൂമിയോട് അടുക്കുന്നതായും ക്രമേണ വലുതായി വരുന്നതായും ജനങ്ങൾ കണ്ടു. ചിലർ മുഖം പൊത്തി നിലത്തു വീണു. മറ്റു ചിലർ ദേവകരുണയ്ക്കായി പ്രാർത്ഥിച്ചു. കനത്ത മഴ പെയ്ത് നനഞ്ഞു കുതിർന്ന മണ്ണ് ഉണങ്ങി. നനഞ്ഞ വസ്ത്രങ്ങൾ വരെ ഉണങ്ങി. ജസീന്ത ഏറ്റവും ഇളയവളായിരുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ മനക്കരുത്ത് അവൾ കാണിച്ചിരുന്നു. അവൾക്ക് ലഭിച്ച ദർശനങ്ങൾ ദൈവികമായിരുന്നുവെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. മാതാവ് നരകദർശനം നൽകിയതിനു ശേഷം പാപികൾക്കു വേണ്ടി എത്ര വലിയ ത്യാഗവും ഏറ്റെടുക്കാൻ അവൾ സന്നദ്ധയായിരുന്നു. മാർപ്പാപ്പയെക്കുറിച്ച് പ്രത്യേകമായ ദർശനവും അവൾക്ക് ലഭിച്ചിരുന്നു. 1920 ഫെബ്രുവരി 20-ന് ഫ്ലൂറിസി എന്ന വസന്തരോഗം ബാധിച്ച് ജസീന്തയും സ്വർഗത്തിലേക്ക് യാത്രയായി. ലിസ്ബണിലായിരുന്നു അവളുടെ മരണം. ഫ്രാൻസിസ്കോയുടെ പൂജ്യശരീരം അടക്കം ചെയ്തിരുന്ന കല്ലറ 1953-ൽ തുറന്നുവെങ്കിലും അത് ദ്രവിച്ചിരുന്നു. എന്നാൽ 1935-ലും 1950-ലും ജസീന്തയുടെ കല്ലറ തുറന്നപ്പോൾ മൃതശരീരം അഴിവില്ലാതെ കാണപ്പെട്ടു. ഫാത്തിമയിലെ പ്രത്യക്ഷത്തിൻ്റെ 83-ാം വാർഷികമായ 2000-ൽ മെയ് 13 ജോൺ പോൾ മാർപ്പാപ്പ ഫ്രാൻസിസ്കോയെയും ജസീന്തയെയും വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തി. പിന്നീട് അതിൻ്റെ 100-ാമത്തെ വാർഷികത്തിൽ 2017 മെയ് 13-ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ഫാത്തിമ ഇന്ന് ലോകത്തിൽ ദൈവിക പരിവേഷം ചാർത്തി നിൽക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഫാത്തിമ മാതാവിൻ്റെ രൂപങ്ങളും ചിത്രങ്ങളും ഇന്നും സാർവത്രിക സഭയിൽ എവിടെയും വണക്കത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുന്നു. കോവാദി ഇറിയയിലെ ഹോളി റോസറി ബസിലിക്കയിൽ ഇന്ന് ഫ്രാൻസിസ്കോയുടെയും ജസീന്തയുടെയും ലൂസിയയുടെയും ഭൗതികാവശിഷ്ടങ്ങൾ പ്രത്യേകം സജ്ജമാക്കിയ കല്ലറകളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. ലൂസിയ ഇന്ന് ദേവദാസിയാണ്.